കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അത് KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. 5000-ലധികം പേരുമായിട്ട് തനിക്ക് പ്രണയബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ, അത് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ, ഇതേ ആള് തന്നെ അസംബന്ധമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു പ്രതിപക്ഷ MLA-ക്കെതിരെയായിട്ട് സംസാരിക്കുമ്പോൾ, പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗണേഷ് കുമാർ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. കഴിഞ്ഞ ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന കേന്ദ്ര വിരുദ്ധ സമരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിക്കാൻ എടുത്തുയർത്ത കപ്പിൽ എഴുതിയിരുന്നതാണിത്. അതന്നത്തെ ചോരത്തിളപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക പരാതിയിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പരാതിക്കാരികൾ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കപ്പിലെ എഴുത്താക്കി മുഖ്യമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. 2 മാസത്തിനപ്പുറം ഇന്ന് പിണറായി മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഭാര്യ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. സംഭവം മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചറിയിച്ചെന്നും മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ വിവരം കൈമാറിയെന്നതും ശ്രദ്ധേയം. എന്നിട്ടും ഇതുവരെ ഒരു കപ്പും ഉയർന്നിട്ടില്ല, ഒരു നടപടിയും എടുത്തിട്ടില്ല. കോൺഗ്രസ് MLA-യുടെ രാജിയും നാടുകടത്തിലും ആവശ്യപ്പെട്ട ഇടത്, പുരുഷ, വനിതാ നേതാക്കളും സഹയാത്രികരും സാംസ്കാരിക നായകരും ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇടത്, വിദ്യാർത്ഥി, യുവജന സംഘടനകൾ അറിഞ്ഞമട്ടില്ല. കോഴികളുമായുള്ള സമരമില്ല, വഴിതടയിലില്ല. സ്വാഭാവികം. ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് CPM നേതാക്കളും CPM വക്താക്കളും ഒപ്പം ഗണേഷ് കുമാറിന്റെ പാർട്ടി നേതാക്കളും അറിയിച്ചു. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ എന്താണ് പരാതി തരണമെങ്കിൽ തന്നോളാം എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണെന്നാണ് അറിയുന്നത്. ഏതായാലും പിന്നെ അതാണ് വസ്തുത എന്നുള്ളത് പോലീസ് തന്നെ ഉപദ്രവിക്കുമെന്ന് തനിക്ക് പേടിയുള്ള ഭർത്താവ് അകത്തുണ്ടായിട്ടും താൻ സാധനങ്ങൾ എടുക്കാൻ പോയത് പുറത്ത് പോലീസ് ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് എന്നാണ് ബിന്ദു മേനോൻ പറഞ്ഞത്. തിരിച്ചു വന്നപ്പോൾ പോലീസ് താഴെ കിടന്നിടത്ത് കൂടെ പോലുമില്ല. പിന്നെ ബിന്ദു മേനോൻ പോലീസിനെ മടക്കി അയച്ചു എന്ന വിവരം താങ്കൾക്ക് എവിടെ നിന്നാണ്? മടക്കി അയക്കുകയല്ല, അവര് മടക്കി അയക്കേണ്ട കാര്യമില്ല. പരാതി തരാൻ തയ്യാറല്ല, രേഖാമൂലം പരാതി തരാൻ തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അവിടെ നിൽക്കില്ല. അത് ഭയങ്കരം തന്നെ. പ്രാണഭയത്താൽ വിളിച്ചതാണ്. അവരെ സുരക്ഷിതമായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ഉത്തരവാദിത്വം പോലും ഈ സ്ത്രീകൾക്ക്, ഈ വന്ന പോലീസിന്, പിങ്ക് പോലീസോ എന്ത് പോലീസോ ആവട്ടെ, പോലീസിന് ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? വന്നു, അവിടെ ഒരു സ്ത്രീ പ്രതിസന്ധി കിടപ്പുണ്ട്, അവർ പരാതി തരുന്നില്ല രേഖാമൂലം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയേക്കാം എന്ന് വിചാരിക്കണം പോലീസ്. അതാണോ പോലീസിന്റെ ഉത്തരവാദിത്വം? ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മറ്റൊരാളുടെ ഭാര്യയാണ് പരാതിക്കാരി എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന പ്രാധാന്യം ഒരു ഭാര്യ നൽകുന്ന പരാതിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് അപമാനകരമാണ്. 5000-ലധികം പേരുമായിട്ട് തനിക്ക് പ്രണയബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ, അത് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ, ഇതേ ആള് തന്നെ അസംബന്ധമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു പ്രതിപക്ഷ MLA-ക്കെതിരെയായിട്ട് സംസാരിക്കുമ്പോൾ, ഈ പറയുന്ന വിഷയത്തിൽ ഒരു ധാർമ്മികതയോടുകൂടി സംസാരിക്കുവാൻ യാതൊരു അവകാശവുമില്ലാത്ത ഒരു വ്യക്തി തീർത്തും അധാർമികമായി സ്വന്തം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെയും ധാർമ്മികതയുടെ മൂടുപടവും മേലങ്കിയും അണിഞ്ഞുകൊണ്ട് വന്നിരുന്ന് നടത്തിയ പ്രസംഗം നമ്മളൊക്കെയും കേട്ടതാണ്. അത്തരത്തിലുള്ള ഒരാൾ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട്, ഒരു ജനപ്രതിനിധിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആത്മാർത്ഥത നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാൻ സാധിക്കൂ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നുമായിട്ട് മാറുന്നൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലം കണ്ടു, മറ്റൊരാളുടെ ഭാര്യ പരാതിക്കാരിയായിട്ട് വരുമ്പോൾ ഈ പറയുന്ന സഖാക്കളായിട്ടുള്ളവർ, ഇടത് നേതാക്കൾ എല്ലാവരും കൊടുത്ത പിന്തുണയും നമ്മൾ കണ്ടു. ആ മറ്റൊരാളുടെ ഭാര്യയ്ക്ക് കൊടുത്ത പിന്തുണ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിട്ടുള്ള KP ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും പിന്തുണ കൊടുക്കുവാൻ സാധിക്കുന്നില്ല? ഫ്ലാഷ് ബാക്ക്. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ പ്രണയിക്കും. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, മാധവക്കുട്ടി പറഞ്ഞതുപോലെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാരും പ്രണയിക്കും, അപ്പൊ ആർക്കും അസൂയ ഉണ്ടാവില്ല. പണ്ട് എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെ കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. മഹാത്മാഗാന്ധി വിടുന്നില്ല, പിന്നെ അതൊന്നും പാവപ്പെട്ട എന്നെ. മഹാത്മാഗാന്ധി വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? എന്താണ് നിന്റെ പ്രശ്നം? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി
നമ്മുടെ ഇദ്ദേഹം പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള MD വാസുദേവൻ നായർ ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പലരും ആസ്വദിക്കുന്നില്ലേ? ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. തെക്കോട്ട് നോക്കിയിരുന്നോ? സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞു. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. പോയിന്റിലോട്ട് വരാം. 5000 പേരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രതിപക്ഷ MLA 2 പേരുടെ പരാതി ഉണ്ടായി എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒപ്പുപോലുമില്ലാതെ വിദേശത്ത് നിന്ന് വന്ന ഒരു പരാതിയുടെ പേരിൽ ഒരു പ്രതിപക്ഷ MLA വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത അതങ്ങനെ വരൂ. പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ടാണ് KB ഗണേഷ് കുമാറിന് പിങ്ക് പോലീസ് ഉൾപ്പെടെയുള്ളവർ സംരക്ഷണം ഒരുക്കുന്നത് എന്ന് പറയുവാൻ ഇടതുപക്ഷ ഗവൺമെന്റും നേതാക്കന്മാരും തയ്യാറാകണം. പരാതിയില്ലാതെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് അല്ലാത്തിടത്തോളം പോലീസിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റും? അതൊരു പ്രശ്നമാണ്. നിയമപരമായി നമ്മളെല്ലാവരും ഒരു നിയമം സ്ത്രീ അറിയാവുന്നവരാണ്. തന്റെ പ്രാണന് ഭീഷണിയുണ്ട്, തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരാണോ പോലീസ്? അവരെ സുരക്ഷിതമായി ആ വീട്ടിൽ നിന്ന് പുറത്തു കടത്തുക എന്നുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണ്ടേ മനോജ് കുമാർ? മാത്രവുമല്ല, ഇത് മന്ത്രിയുടെ വീടാണ്, ഇവിടെ കയറാൻ പാടില്ല എന്ന് സ്റ്റാഫ് പറഞ്ഞത്രേ. മന്ത്രിയുടെ വീട്ടിൽ കൊലപാതകം നടന്നാലും പോലീസ് കയറില്ല എന്നാണോ ഇപ്പൊ പറയുന്നത്? അതല്ല ഉദ്ദേശം. അവരെ ഏതാനും പുരുഷന്മാർ ചേർന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമം ഉണ്ടായത്, അവരുടെ ഫോൺ പിടിച്ചു മേടിക്കാനുള്ള ശ്രമം ഉണ്ടായത് അവിടെയാണ്. തനിക്ക് ആപത്ത് സംഭവിച്ചേക്കാമെന്ന ഭയം അവർക്കുണ്ടാവുകയും അവർ പോലീസിനെ വിളിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് സംഭവം. പുരുഷന്മാരില്ല, ബിന്ദു മേനോൻ പറയുന്നതിന് 100% ഒരു പുരുഷനെ ചെയ്യുന്ന അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു പുരുഷൻ ചെയ്താൽ കുഴപ്പമില്ലേ? ഒരു പുരുഷൻ ചെയ്താൽ കുഴപ്പമില്ലേ? ഒരു പുരുഷനെ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പറയുന്നു. കയ്യേറ്റം ചെയ്തതായിട്ട് ഇപ്പോഴും പറയുന്നില്ല. ശ്രീമതി ബിന്ദു മേനോൻ ഒരു പുരുഷനാണ്. അവർ പറഞ്ഞതിനെ 100% വിശ്വസിക്കാൻ മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ഫ്ലാഷ് ബാക്ക്. ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്. ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. 2-3 ലൈൻ கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിന്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ KB ഗണേഷ് കുമാറിന്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ KB ഗണേഷ് കുമാർ മനസ്സിലാക്കുക നന്നായിരിക്കും. കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ അദ്ദേഹത്തിന്റെ പ്രണയത്തെ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അതേ KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. കിട്ടിയാ കിട്ടി, പലിശ സഹിതം കിട്ടി.